ബന്ദിപ്പൂർ ദേശീയോദ്യാനത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയിലേക്കാണ് ഞാൻ ഇപ്പോൾ യാത്ര ചെയ്യുന്നത്. ബന്ദിപ്പൂർ ദേശീയോദ്യാനത്തിന്റെ പ്രധാന പ്രദേശത്താണ് ഗോപാലസ്വാമി കുന്നുകൾ സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിൽ നിന്നും ഗുഡല്ലൂർ വഴി മൈസൂരിലേക്ക് പോകുമ്പോൾ മുതുമല ബന്ദിപ്പൂർ വനമേഖലകൾ കടന്ന് ഗുണ്ടൽപെട്ടിന് 10 കിലോമീറ്റർ മുമ്പ് ഹങ്കള എന്ന സ്ഥലത്തെത്തുമ്പോൾ ഇടത്തോട്ട് തിരിഞ്ഞ് 3 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഗോപാൽസ്വാമി മലയുടെ അടിവാരത്തുള്ള കർണാടക ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിലെത്താം. ഇവിടെ നിന്നും മലമുകളിലേക്ക് പോകാനായി കർണാടക സർക്കാർ ബസ്സുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ടിക്കറ്റ് എടുത്ത് ബസ്സിൽ യാത്ര തുടർന്നു. മലമുകളിലേക്കുള്ള ചുരം റോഡ് കയറുമ്പോൾ താഴ്വരയിലെ വിശാലമായ കൃഷിയിടങ്ങൾ കാണാം. ബന്ദിപ്പൂർ വനമേഖലയിലെ ഏറ്റവും ഉയരം കൂടിയ മലയായ ഇവിടുത്തെ പ്രധാന ആകർഷണം മാറിമറിയുന്ന കാലാവസ്ഥയാണ്. കോടമഞ്ഞ്, മഴ, വെയിൽ, എപ്പോൾ വീശിയടിക്കുന്ന തണുത്ത കാറ്റ് എന്നിവ ഇവിടെ അനുഭവപ്പെടും. ചെങ്കുത്തായ മലകയറ്റമാണ് ഗോപാൽസ്വാമി കുന്നിലേക്കുള്ള യാത്രയിലെ പ്രധാന ആവേശം. ഓരോ ഹെയർപിൻ വളവിലെത്തുമ്പോഴും വാഹനം ആടിയുലഞ്ഞു. ഇരുവശവും കൊടുങ്കാടാണ്. ഗോപാലസ്വാമി ഹിൽസിന് മുകളിൽ ഒരു ക്ഷേത്രമുണ്ട്. അതാണ് ഈ കാണുന്നത്. പടവുകൾ കയറി മുകളിലേക്ക് ഞാൻ നടന്നു. 14-ാം നൂറ്റാണ്ടിൽ ഹൊയ്സാല രാജാക്കന്മാർ നിർമ്മിച്ചതാണെന്ന് കരുതപ്പെടുന്ന ഈ ക്ഷേത്രം ദ്രാവിഡ വാസ്തുവിദ്യയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. കന്നഡ ഭാഷയിൽ മനോഹരമായി സ്തുതിഗീതം പാടുന്നയാളുടെ പാട്ട് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. കുറച്ചുനേരം ഞാനത് കേട്ടുനിന്നു. ನೀಲಿಸಿದ್ದನಾನವರ ಪ್ರೇಮದಲ್ಲೇ ಕೂಗಿದರಂತೆ ಸಿದ್ದೆಯ ಸ್ವಾಮಿ ಬನ್ನಿ. കല്ലുപാകിയ ക്ഷേത്രമുറ്റത്ത് നിന്നാൽ മുതുമല വനത്തിന്റെയും നീലഗിരി കുന്നുകളുടെയും മനോഹരമായ കാഴ്ചകൾ ആസ്വദിക്കാം. ബന്ദിപ്പൂർ നാഷണൽ പാർക്കിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയുടെ മുകളിലാണ് ഈ കാഴ്ചകൾ എന്നത് അത്ഭുതം തന്നെയാണ്. ഈ കാണുന്ന പ്രദേശങ്ങൾ മൈസൂർ മഹാരാജാക്കന്മാർക്കും അവരുടെ ബ്രിട്ടീഷ് അതിഥികൾക്കും പ്രിയപ്പെട്ട വേട്ടയാടൽ സ്ഥലങ്ങളായിരുന്നു. ഗോപാൽസ്വാമി കുന്നുകളിലെ ക്ഷേത്രമുറ്റത്ത് നിന്ന് എത്ര സമയം ചെലവഴിച്ചാലും മതിവരാത്ത ഈ കാഴ്ചകൾ മനസ്സിൽ നിന്നും ഒരിക്കലും മാഞ്ഞുപോകാത്തതാണ്. ನೀಲಿಸಿದ್ದನಾನವರ ಪ್ರೇಮದಲ್ಲೇ ಕೂಗಿದರಂತೆ ಸಿದ್ದೆಯ ಸ್ವಾಮಿ ಬನ್ನಿ. ಮಂಚೇದ